നമ്മുടെ തീം സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ, വുമൺ വിറ്റ്നസസ് ഓഫ് ദ ഗോസ്പൽ എന്നതാണ്. ഇന്ന് നാം ഏവൻഗേലിയോൻ ഭാഗമായി വായിച്ചു കേട്ട വേദഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 പേരും അവന്റെ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മംഗലക്കാരി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ ഹൂസയുടെ ഭാര്യ യോഹന്നയും ശുശ്യനെയും തങ്ങളുടെ വസ്തുവോ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സ്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനത്തിന് മുമ്പിൽ ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ കർത്താവെ, അടിയങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാനും തുറക്കുവാനും വചന കേൾവിക്കായിട്ട് കർത്താവെ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും കർത്താവെ അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. ഇന്ന് സേവ്യ സംഘത്തിന്റെ 105-ാം വാർഷികം ആണ് ഈ വർഷം നാം ആചരിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ സ്ത്രീകൾക്കും ഭാഗവാക്കാകുവാൻ ലഭിച്ച അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 105 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് അവകാശമോ അധികാരമോ അഭിപ്രായ സ്വാതന്ത്ര്യമോ സമൂഹത്തിലില്ലായിരുന്നു. അന്നത്തെ ആ സാഹചര്യത്തിൽ അമ്മമാരുടെ പ്രാർത്ഥനയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും സാക്ഷികളാകുവാനും സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചു. അതിൻ്റെ ഫലമായി മിസ്സസ് കാണ്ടമ്മ വർഗീസ്, അഥവാ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുന്ന കാണ്ടമ്മ കൊച്ചമ്മ, സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കണമെന്നും ദൈവത്തിൻ്റെ വലിയ രക്ഷാകര പദ്ധതിയിൽ ദൈവം പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ അത് സഭാ നേതൃത്വത്തോട് തിരുമേനിമാരോടും ആലോചിച്ച പ്രകാരം 1919 ഫെബ്രുവരി 14-ാം തീയതി മാരാമൺ കൺവെൻഷനിൽ വെച്ച് സ്ത്രീകളുടെ മഹായോഗം നടക്കുന്ന ആ സദസ്സിൽ എബ്രഹാം മാർത്തോമ തിരുമേനി സുവിശേഷ സേവികാ സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 105 വർഷങ്ങൾ പിന്നിടുമ്പോൾ സഭയ്ക്കും സമൂഹത്തിനും വിവിധങ്ങളായ സേവനങ്ങൾ നൽകുവാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാനും നമുക്കും സാധിക്കുന്നുവല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ലൂക്കോസ് 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്തു നിന്നും 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മൈനോറിറ്റി ഗ്രൂപ്പിനെയും എങ്ങനെ ശുശ്രൂഷയിൽ ചേർത്ത് നിർത്തി എന്നത് വളരെ ശ്രദ്ധേയമാണ്. അന്നും ഇന്നും സ്ത്രീകളുടെ സംഭാവനകളെ പ്രതിഫലിപ്പിക്കാനും പ്രയോജനപ്പെടുത്തുവാനും ഈ ഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നു. അനുയായികൾ മാത്രമല്ല, എന്നാൽ പിന്നീട് സുവിശേഷത്തിൻ്റെ സുപ്രധാന സാക്ഷികളായിരുന്നു എന്ന് നമുക്ക് കാണാം. ആ കാലത്ത് നിലനിന്നിരുന്ന മതപരവും സാമൂഹികവുമായ മാനദണ്ഡങ്ങൾ അതിലംഘിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷ നമുക്ക് കാണാം. മിനിസ്ട്രി ഓഫ് ജീസസ് വാസ് ബ്രേക്കിംഗ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ്. അന്ന് സ്ത്രീകൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. യേശു കർത്താവിൻ്റെ യാത്രാ ശുശ്രൂഷയിലെ സ്ത്രീകളുടെ സാന്നിധ്യം യഹൂദ സാംസ്കാരിക മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾ എല്ലാം പുരുഷന്മാർ തന്നെ നിർവഹിക്കുന്നു എന്ന പതിവിനെയാണ് യേശു കർത്താവ് ഇവിടെ അതിലംഘിക്കുന്നത്. ദൈവരാജ്യം ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പ്രകടമാക്കുന്ന യേശു കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ സാക്ഷ്യവും സന്ദേശവുമാണ് ഈ സുവിശേഷം. എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അംഗീകാരവും വിലമതിപ്പും, വെൽക്കമിങ് ആൻഡ് ഡിഗ്നിറ്റി എല്ലാവർക്കും ഉണ്ട് എന്ന് നാം ഉറപ്പാക്കണം.
ഈ ഭാഗത്ത് ഒന്നാമതായി ഇവർ കാണിച്ചു തരുന്ന മാതൃക അനുഗ്രഹം നൽകുന്നവനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഫോളോ ദ വൺ ഹു ഷവേഴ്സ് ദ ബ്ലെസ്സിങ്. യേശു കർത്താവ് 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് പട്ടണങ്ങൾ തോറും സുവിശേഷം അറിയിച്ചുകൊണ്ട് നടത്തുന്ന കൂട്ടത്തിൽ 12 ശിഷ്യന്മാരോടുകൂടെ ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരുടെ 3 പേരുടെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്, മഗ്ദല മറിയം, യോഹന്ന, സൂസന്ന. മഗ്ദലക്കാരത്തി മറിയ കുറിച്ച് പറയുവാണെങ്കിൽ, മറിയ 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്നവളാണ്. സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാതെ കഴിഞ്ഞിരുന്ന, സമൂഹത്തിൻ്റെ അരികുകളിൽ കഴിഞ്ഞിരുന്ന മറിയം, ജീവിതത്തിൽ അവളുടെ പ്രയാസത്തിൽ എല്ലാവരും അവളെ അവോയ്ഡ് ചെയ്തിരുന്ന ഒരു സമയം. അങ്ങനെയുള്ള ഒരു സ്ത്രീ കഥാപാത്രം മഗ്ദല മറിയം എന്ന് വിളിക്കുന്ന മേരി മഗ്ദലിൻ. പുതിയ നിയമത്തിൽ 6 മറിയമാരെ കാണുന്നുണ്ട്. എന്നാൽ ഈ മഗ്ദല മറിയം മഗ്ദല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കഫർനഹൂമിനും തിബരിയാസിനും ഇടയിലുള്ള ഒരു ചെറിയ ഗ്രാമം മഗ്ദല എന്ന ഗ്രാമം, അവിടെ നിന്നുള്ളതുകൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ മഗ്ദല മറിയം എന്ന പേര് വന്നത്. ഒരിക്കൽ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട് കഠിനമായ മാനസിക വ്യത അനുഭവിച്ചവളും യേശു കർത്താവ് അവളിൽ നിന്ന് 7 ഭൂതങ്ങളെ പുറത്താക്കി അവൾക്ക് ശരീരത്തിനും മനസ്സിനും സൗഖ്യവും സ്വാതന്ത്ര്യവും ലഭിച്ചു. അവൾക്ക് ശാരീരിക സൗഖ്യം മാത്രമല്ല യേശു നൽകുന്നത്, അവളെ സാമൂഹികമായും ആത്മീയമായും അവൾക്ക് ഒരു സ്ഥാനം നൽകി അവളെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് തന്നെ മഗ്ദലക്കാരത്തി മറിയം വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ അവൾക്ക് സൗഖ്യം ലഭിച്ച സമയം മുതൽ യേശുവിനെ പിൻഗമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവളുടെ ആ യാത്ര നോക്കിയാൽ കുരിശിൻ്റെ അടിയോളം, ആ കുരിശിൻ്റെ വഴിയിൽ അവള് യേശുവിനെ വിട്ടുമാറാതെ പിൻപറ്റുന്ന ഒരു സഹോദരിയായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ പേര് പറയപ്പെടാത്ത അനേകം സ്ത്രീകളും ദൈവത്തെ അനുഗമിക്കുകയാണ്. സുവിശേഷത്തിന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തിയ CMC വെല്ലൂർ ഹോസ്പിറ്റൽ സ്ഥാപിച്ച ഐഡാസ് കടർ, കൽക്കട്ടയിലെ തെരുവീതികളിൽ പാവപ്പെട്ടവരെയും അനാഥരെയും ചേർത്ത് പിടിച്ച മദർ തെരേസ, CMC ലുധിയാന ഹോസ്പിറ്റൽ സ്ഥാപിച്ച ഡോക്ടർ ഈഡിത്ത് മേരി ബ്രൗൺ എന്നിവർ ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി കഴിഞ്ഞ തലമുറയിൽ ശോഭിച്ചവരാണ്. അതുപോലെ ഇന്നും സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ വലിയ സാക്ഷ്യം വഹിച്ച് അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്ന മിസ്സസ് ഗ്ലാഡിസ് സ്റ്റെയിൻസ്, നമുക്ക് ഇന്നും അവർ ജീവിച്ചിരിക്കുന്നു. നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും മക്കളുടെയും ആ ഒരു വലിയ ആപത്തിൽ നിന്നും മറ്റുള്ളവരുടെ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അവരുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും ജീവിതം പോയെങ്കിലും അവരോട് ക്ഷമിക്കുവാൻ ക്രിസ്തു കാണിച്ച ഒരു മാതൃക കാണിച്ചു കൊടുത്ത ഒരു സഹോദരി, അത് ലോകത്തിൽ ഇപ്പോഴും ഒരു സാക്ഷ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. അതുപോലെ ദയാഫായി എന്നറിയപ്പെടുന്ന നിർവ്യാജ ജീവിതം നയിക്കുന്ന മേഴ്സി മാത്യുവിനെയും നമുക്ക് ഓർക്കാം. നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തെ അനുഗമിക്കുവാൻ മറന്നു പോകുന്നവരാണോ? സ്വാർത്ഥരായി ജീവിക്കുന്നതാണോ? അതോ ദൈവം ചെയ്യുന്ന നന്മകൾക്ക് വിശ്വസ്തരായി നിലനിൽക്കുവാൻ നമുക്ക് ഇടയാവുന്നുണ്ടോ? ഇവർ കുറച്ചു നേരം മാത്രം അനുഗമിച്ചിട്ട് ഇവരല്ല, അവർ ക്രൂശോളം ക്രിസ്തുവിനെ ഈ സ്ത്രീകൾ അനുഗമിച്ചു. കുരിശിന്റെ കഷ്ടാനുഭവത്തിന്റെ സമയത്ത് യേശുവിന്റെ പങ്കാളികളായി തീരുകയാണ്. ഈ സഹന വഴികളിൽ സ്വാതന്ത്ര്യത്തിന്റെ സമീപമായി ഈ സ്ത്രീകൾ മാറുന്നു. യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തർ എന്ന് പറഞ്ഞിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം ക്രൂശിന്റെ അനുഭവം എത്തിയപ്പോൾ ഓടിപ്പോയി. അവരുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നാൽ ഈ സ്ത്രീകൾ പിന്തുടരുകയാണ്, സഹനത്തിന്റെ വഴിയിൽ കർത്താവിനെ പിന്തുടരുകയാണ്. സുവിശേഷകർ അത് വ്യക്തമായി പറയുന്നുണ്ട്. ക്രൂശിന്റെ അടിയിൽ വിഷമത്തോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും
ദൂരെ നിന്ന് മാറി നിന്ന് എല്ലാം കാണുകയും ചെയ്യുന്ന ഈ സഹോദരിമാർ, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യർ ഓടിപ്പോകുമ്പോഴും കർത്താവിന് കാവലായി സ്വാതന്ത്ര്യമായി നിൽക്കുന്ന സ്ത്രീകൾ. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉദ്ധിതനായ ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. കർത്താവിൻ്റെ അടക്ക സമയത്ത് അരിമത്യയിലെ ജോസഫ് ആ ശരീരം എടുത്ത് സുഗന്ധവർഗത്തിൽ എല്ലാം പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടും ഇവർ പോയി അതിൻ്റെ പുറകെ പോയി എന്താണ് വെച്ചത്, എവിടെയാണ് വെച്ചത് എല്ലാം കണ്ട് മനസ്സിലാക്കിയ സഹോദരിമാർ പിറ്റേ ദിവസം അവർ ഭവനത്തിൽ പോയി. അന്ന് ശബത്ത് ദിവസമായതുകൊണ്ട് സ്വസ്ഥമായിരുന്നു. എങ്കിൽ പിന്നെയും അവർ സുഗന്ധദ്രവ്യങ്ങളും കരുതിക്കൂട്ടി അവരെല്ലാം ഒരുക്കി പിന്നെയും ഞായറാഴ്ച അവർ കർത്താവിൻ്റെ കല്ലറ കാണുവാനായിട്ട് ഓടി വരുന്നു. അവരെന്ത് കാണാനാണ് അവിടെ ഓടി വരുന്നത് എന്ന് അവർക്കറിയില്ല. കല്ലറയെ എങ്ങനെ ഉരുട്ടി കല്ല് മാറ്റും, കർത്താവിനെ എങ്ങനെ കാണും, ആ ശരീരത്തെ എങ്ങനെ തൊടും, അതൊന്നും അവർക്കറിയില്ല. പക്ഷേ ആ സ്നേഹം അവരെ നിർബന്ധിക്കുന്നു. അവർ കർത്താവിൻ്റെ അടുത്തിലേക്ക് ഓടി വന്നു. അവർ വരുമ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയതായിട്ടും അവിടെ ദൂതന്മാരിരുന്ന് നിങ്ങൾ തിരയുന്നവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിച്ചു. ആ മറിയ അവിടെ നിന്ന് എന്നിട്ടും ശിഷ്യന്മാര് അത് കേട്ട് തിരിച്ചു പോയി. എങ്കിലും മറിയ അവിടെ തന്നെ നിൽക്കുവാണ്. എൻ്റെ കർത്താവിനെ എവിടെ വെച്ചു, എൻ്റെ കർത്താവിനെ എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് അറിയണം. അവിടെ നിന്ന് തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് എൻ്റെ കർത്താവിനെ വെച്ചിരിക്കുന്നത്, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയൂ, ഞാൻ കൊണ്ടുപോകും. ഇവളെങ്ങനെ കൊണ്ടുപോകും? ഒരു സ്ത്രീക്ക് അത്രയും വലിയ ഒരു പുരുഷന്റെ ശരീരം കൊണ്ടുപോകാൻ സാധിക്കുമോ? അവൾ ആ സ്നേഹത്തിൻ്റെ നിന്ന്, ആത്മാർത്ഥതയിൽ നിന്ന് അവൾ ആഗ്രഹിക്കുകയാണ്, എനിക്ക് കൊണ്ടുപോകണം, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. അപ്പോഴാണ് ആ കർത്താവ് അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയ എന്ന് വിളിക്കുന്ന ആ സ്വരം. അവൾക്ക് അത്ര വലിയൊരു ഭാഗ്യം ആ ലഭിക്കുവാൻ തക്കവണ്ണം ആ സ്നേഹമാണ് അവളെ അവിടെ എത്തിച്ചത്. കർത്താവിന് അവളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അവളെ വിട്ടിട്ട് മാറിപ്പോകാൻ സാധിച്ചില്ല. ആ കർത്താവ് അവളെ ഒരു വലിയ ഒരു ഉത്തരവാദിത്വം കൊടുക്കുകയാണ് അവിടെ. കർത്താവ് പറയുന്നു, ആദ്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദ്യമായിട്ട് കർത്താവ് ഉയർത്തതിന് ശേഷം പ്രത്യക്ഷപ്പെട്ടത് ഈ മഗ്ദലന മറിയത്തിനാണ്. എത്ര വലിയ ഭാഗ്യമാണ് ലഭിച്ചത്. ആ കർത്താവ് എന്നിട്ട് പറയുവാണ് ശിഷ്യന്മാരോട് പോയി, നീ ഈ സുവാർത്ത പോയി മറ്റുള്ളവരെ അറിയിക്കുക. അപ്പൊ ആ ഒരു നിയോഗം ആ ശിഷ്യന്മാർക്കല്ല ലഭിച്ചത്, ഈ കൂടെ നിന്ന് സ്നേഹിച്ച ഈ ബലഹീനയായ സ്ത്രീക്ക് ലഭിക്കുവാൻ തക്കവണ്ണം വലിയ ഭാഗ്യം ദൈവം ചെയ്തു. ഇവിടെ ഈ അനുഭവം നമ്മെ ഓർപ്പിക്കുന്ന ദൈവത്തിൽ നിന്നും നമ്മൾ അനുഗ്രഹം പ്രാപിച്ചിട്ട് കൂടുതലായ ദൈവത്തിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ നാം ഉപയോഗിക്കേണ്ടതാകുന്നു. ദൈവത്തെ മൗതീകരിക്കുവാൻ, സാക്ഷിക്കുവാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ, ക്രൂശിന്റെ യാത്രയിൽ കർത്താവിനെ പിന്തുടരുവാൻ നമുക്ക് ഇടയായിത്തീരണം. ക്രിസ്തുവിനെ നാം അനുഗമിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഭാവം നമ്മളിൽ ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ മാതൃക നാം പിൻപറ്റണം. അപ്രകാരം സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കുന്നതിലൂടെ നമുക്ക് സാക്ഷികളാകാം. ഹെൽപ്പിംഗ് ഔട്ട് അവർ കിങ്ഡം മിനിസ്ട്രി. 3-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നു, യോഹന്നെയും സൂസനെയും അവരുടെ വസ്തുവകകൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. യോഹന്ന നമുക്കറിയാം, അതിൽ വായിച്ചു കേട്ടു, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെ കാരിസ്ഥൻ്റെ ഭാര്യയായിരുന്നു. കൂസ എന്ന കാരിസ്ഥൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ വലിയ ഉദ്യോഗ പദവിയിൽ ഇരിക്കുന്നവരും എല്ലാ ശ്രേണിയിലുമുള്ളവരെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കാവുന്നതായിട്ട് നമുക്ക് കാണാം. തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൊണ്ട്, തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് കിങ്ഡം മിനിസ്ട്രിക്ക് സഹായിക്കുകയാണ്. അവർ കർത്താവിൻ്റെ ശുശ്രൂഷ കൂടെ നടന്ന് കാണുക മാത്രമല്ല, അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ, അവരുടെ അധ്വാനം കൊണ്ട് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് സഹായിക്കുന്നതായി കാണുന്നുണ്ട്. 2-ാം പാഠമായി നാം കേട്ടു രക്താംബരം വിൽക്കുന്ന ലുദിയയുടെ കഥ. വളരെ വലിയൊരു ബിസിനസ് പേഴ്സൺ ആയിരുന്നു. അവർ വെറും സ്പോൺസേഴ്സ് മാത്രമല്ല, കർത്താവിൻ്റെ കൂടെ അനുഗമിച്ച സമയവും സമ്പത്തും നൽകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സമർപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കണം.
മൂന്നാമതായി സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവസ്നേഹം, എംബ്രേസിങ് എവ്രി വൺ. അവിടെ പുരുഷനെന്നോ സ്ത്രീ എന്നോ വൃദ്ധർ എന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന യേശു കർത്താവിൻ്റെ മനോഭാവം. വിവേചനത്തിൻ്റെ മതിൽക്കെട്ടുകൾ ഭേദിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സ്ലീഹ വായിച്ചു കേട്ട ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, യേശു കർത്താവിൻ്റെ മുമ്പിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഇന്ന് നമ്മളുടെ സഭകളിൽ വിവേചനമുണ്ടോ എന്ന് നാം ഒന്നുകൂടെ ശോധന ചെയ്യേണ്ടതാണ്. ഈ 3 ചിന്തകൾ മാത്രമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ സാധിക്കുന്നത്? 1 സാക്ഷ്യം, 2 സഹായം, 1 സമത്വം എന്നുള്ളതാണ്. സാക്ഷ്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ, അനുഗ്രഹങ്ങൾ നൽകി തരുന്നവനെ അനുഗമിക്കുന്നതിലൂടെ അവനെ മറന്നു പോകുന്നവരായി തീരാതെ കർത്താവിനെ നമ്മുടെ ജീവിതയാത്രകളിൽ മുറുകെ പിടിക്കുവാൻ, ക്രിസ്തു ഭാവമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. സഹായം, നമ്മുടെ സമയം, സഹായം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപിടിക്ക് നൽകുന്നതിലൂടെ സുവിശേഷത്തിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി സമത്വം, എല്ലാവരെയും തുല്യ പങ്കാളിത്തം നൽകുവാൻ ഇടയാകുമ്പോൾ, എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ നമുക്കും സാധിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ ക്രൂശിനെ നോക്കി സഞ്ചരിക്കുവാൻ നമുക്ക് ഇടയാകണം. കർത്താവ് മറിയോട് പറഞ്ഞ പോലെ അവൾ തന്നാലാവത് ചെയ്തു എന്ന് കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇടവരുത്തട്ടെ.